യെസ് മാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 52ാമത് ബുക്കിന്റെ ഡിസ്കഷന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു സൈലന്റ് പ്രയറോടുകൂടി നമുക്ക് തുടങ്ങാം. ഈ 52ാമത് ബുക്ക് ദ പവർ ഓഫ് നൗ, എക്കാർട്ട് ടോൾ. അദ്ദേഹം സൈലൻസിനെ പറ്റി വളരെയധികം പറയുന്നുണ്ട് ഇതിനകത്ത്. പല പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. നമ്മൾ സൈലൻസിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇന്നത്തെ ഈ പവർ ഓഫ് നൗ ഫീൽ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന്. ഇന്ന് ഈ ലോക സൗഹൃദ ദിനത്തിൽ, ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്, അതിലെ 52ാമത് ബുക്ക് ദ പവർ ഓഫ് നൗവിന്റെ ഡിസ്കഷന് വന്നത് ഒരു കോ ഇൻസിഡൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു സൗഹൃദത്തിൽ നിന്നാണല്ലോ നമ്മളുടെ ഈ ബുക്ക് ക്ലബ് ഉണ്ടായത്. ഞാനും ഉഷയും കൂടി സംസാരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ ക്രിയേറ്റീവ് തിങ്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് തുടങ്ങി നമ്മൾ കൊറോണ കാലത്ത്. ആ സൗഹൃദത്തിന്റെ ഒരു ചൈൽഡാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ പ്രചോദന ബുക്ക് ക്ലബ്ബ്. അത് ഇന്നും തുടരുന്നു എന്നുള്ളത്, അത് 52ാമത്തെ ബുക്കിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത, നമ്മുടെ കൂടെ നിന്ന് ആരും വിട്ടുപോകുന്നില്ല ഈ സൗഹൃദത്തിൽ നിന്ന്. ആൾക്കാർ കൂടി ചേരുന്നുള്ളൂ, അല്ലാതെ നമ്മളിൽ നിന്ന് ആരും വിട്ടുപോകുന്നില്ല എന്നുള്ളതും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇനി ഈ എക്കാർട്ട് ടോൾ ഈ ബുക്കിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ദ പവർ ഓഫ് നൗ ഈസ് ദ ട്രൂ പീസ് ആൻഡ് ഹാപ്പിനെസ് ലൈസ് ഇൻ ദ പ്രസന്റ് മൂമെന്റ്. എപ്പോഴും പ്രസന്റ് മൂമെന്റിനെ കുറിച്ചാണ് ഇതിനകത്ത് പല 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 കാര്യങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ട് ഇത് വായിച്ച എല്ലാവർക്കും ഒന്ന് നന്ദി പറയാണ്. കാരണം എല്ലാവരും നല്ല പവർഫുൾ ആയിട്ടാണ് വായിച്ചിരിക്കുന്നത്. വായിച്ചിട്ട് അവരുടേതായ ആശയങ്ങളും അവരുടേതായ അനുഭവങ്ങളും കൂടി ചേർത്തിട്ടാണ് നമുക്ക് ഈ ബുക്ക് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ബുക്ക് വായിച്ചില്ല, ഞാൻ ഈ ഓഡിയോ മാത്രമേ കേട്ടിട്ടുള്ളൂ, തിരക്കായതുകൊണ്ട് തന്നെ. അപ്പം എനിക്ക് അതിൽ നിന്ന് തന്നെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല എക്സ്പ്ലനേഷനോട് കൂടിയാണ് എല്ലാവരും വായിച്ചിരിക്കുന്നത്. ഒരാളും മോശമായിട്ട് വായിച്ചു എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഇതിനകത്ത്. ഇനി ഈ നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, ഫ്രണ്ട്ഷിപ്പ് ഡേ അതല്ലേ, ഫ്രണ്ട്ഷിപ്പ് ഡേയിലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഡേയിലും ഇത് തന്നെയാണ് പറയുന്നത്. ഈ പവർ ഓഫ് നൗ തന്നെയാണ് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ് എപ്പോ വേണം? നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോഴല്ലേ. ഇപ്പോഴുള്ള ഫ്രണ്ട്ഷിപ്പിനെ വിലയുള്ളൂ. അല്ലാതെ നമ്മൾ പാസ്റ്റിലോ ഫ്യൂച്ചറിലോ പോയിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പിനായിട്ട് ബന്ധപ്പെടുത്താൻ ഒട്ടും പറ്റില്ല. അപ്പൊ ഈ ബുക്ക് ഇന്നത്തെ ഡേയും കൂടി ഒരുമിച്ച് വന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ. ഈ ഓൾഡ് മെമ്മറീസിലും ഫ്യൂച്ചർ പ്ലാൻസിലും നമ്മൾ ഊന്നൽ കൊടുത്താൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ഉണ്ടാവില്ല, പവർ ഓഫ് നൗ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഫുള്ളി പ്രസന്റ് ആയിട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ മാത്രമാണ് നമുക്ക് ഹിയർ ആൻഡ് നൗ, ആ ഒരു കാര്യത്തിൽ മാത്രമേ നമുക്ക് ഫ്രണ്ട്ഷിപ്പും നടക്കുള്ളൂ, അതുപോലെ പവർ ഓഫ് നൗ നടക്കുള്ളൂ. ഇനി നമ്മുടെ ഈ സൗഹൃദം പങ്കിടുന്നതിന് നമ്മൾ ലിസൺ ചെയ്യുന്ന ഒരാൾ വേണം നമുക്ക് സൗഹൃദം പങ്കിടാനായിട്ട്. അല്ലാതെ ഒരുപാട് സംസാരിക്കുന്ന ആള്, വേർഡ്സ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരൊന്നും വേണമെന്നില്ല. നമ്മുടെ സൈലൻസിലും നമുക്ക് സൗഹൃദം കൊണ്ടുപോകാം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെയാണ് നമ്മുടെ ഈ ബുക്കിന്റെ മാറ്ററും, പവർ ഓഫ് നൗ. അപ്പം ഇത് ഈ ഫീല് നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് ഇതിന്റെ ഈ ഫ്രണ്ട്ഷിപ്പ് ഡേയും അതുപോലെ പവർ ഓഫ് നൗവും കൂടി കണക്ട് ചെയ്യാനായിട്ട് എന്റെ മനസ്സിലേക്ക് ഒരു സ്റ്റോറിയാണ് വരുന്നത്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പൊ ഷെയർ ചെയ്യുന്നത്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്റ്റോറി ഞാൻ വായിച്ചത് വേറൊരു കാര്യമായിട്ട് ഞാൻ കണക്ട് ചെയ്യാണ് കേട്ടോ. ഒരു സ്റ്റോറി ഞാൻ എപ്പോഴും വായിച്ചിട്ടുണ്ട്. ഒരു റീത്ത എന്ന് പറയുന്ന പെൺകുട്ടി ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ഹൈ പെർഫോമറാണ്, ഒരു കമ്പനിയിലെ ഹെഡാണ്, ലീഡറാണ്. പക്ഷെ അവൾക്ക് എപ്പോഴും ടെൻഷനും സ്ട്രെസ്സും തന്നെയാണ്. ഒന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ ആ സമയത്താണ് അവിടെ ഒരു വെൽനസ് സെഷൻ നടന്നത് ആ ഓഫീസിൽ. അപ്പൊ ആ വെൽനസ് സെഷനിൽ ഈ കോച്ച് ഇവരുടെ കയ്യില് ഒരു കപ്പ് കൊടുത്തു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഈ സ്റ്റോറി. ഒരു കപ്പ് കൊടുത്തിട്ട് അതിലേക്ക് ചായ ഒഴിക്കാൻ തുടങ്ങിയത് ഈ കോച്ച്. ആ കപ്പ് ഈ സ്ത്രീയുടെ കയ്യിലാണ്, ഈ റീത്ത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കയ്യില്. ആ കപ്പിലേക്ക് ചായ ഒഴിച്ചുകൊണ്ടേയിരുന്നു. അത് സ്പില്ല് ചെയ്തിട്ടും ഇദ്ദേഹം ആ ഒഴിക്കൽ നിർത്തുന്നില്ല. അപ്പൊ ഈ കുട്ടി ചോദിക്കാണ്, എന്താ ഈ കാണിക്കുന്നത്, ഇത് സ്പില്ല് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ്, നീ വിചാരിക്കൂ, നിന്റെ മൈൻഡാണ് ഈ കപ്പ്.
നീ വേണ്ടതും വേണ്ടാത്തതും പാസ്റ്റിലുള്ള മെമ്മറീസും ഫ്യൂച്ചറിൽ ഇനിയുള്ള പ്ലാനും അതുപോലെ നിന്റെ ടാർജറ്റ്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നീ ഇതിനകത്ത് ഊന്നി കൊണ്ടാണ് നിന്റെ ജീവിതം നീ മുന്നോട്ട് പോകുന്നത്. നിന്റെ മൈൻഡിൽ മൊത്തം പാസ്റ്റ് മെമ്മറീസ്, നിന്റെ ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ട്. ആ ഫെയിലിയറിനെ ഓവർകം ചെയ്യാൻ നീ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണമെന്നുള്ള പ്ലാനിങ് ഉണ്ട്. ഇതുകൊണ്ട് നീ എപ്പോഴാണ് ഈ പ്രസന്റിൽ ജീവിക്കുന്നില്ല. അതുകൊണ്ടാണ് നിന്റെ മൈൻഡിൽ ഇതുപോലെ ടെൻഷനും സ്ട്രെസ്സും ആങ്സൈറ്റിയും എല്ലാം ഉണ്ടാവുന്നത്. നീ എന്ന് പ്രസന്റിൽ ജീവിക്കാൻ തീരുമാനിക്കുന്നോ അപ്പൊ പറയാണ് നീ ഒരു കാര്യം ചെയ്യേ, ആ കപ്പൊന്ന് അനക്കാതെ കൈപ്പിടിക്കാൻ. ആ അനക്കാതെ കൈപ്പിടിച്ചു, പിന്നെ ഒരിക്കലും നിർത്തി കഴിഞ്ഞപ്പോ അത് സ്റ്റാൻഡ് ആൻഡ് സ്റ്റിൽ ആയിട്ട് നിൽക്കുകയാണ്. ആ സ്റ്റാൻഡ് ആൻഡ് സ്റ്റിൽ മൈൻഡ് നിനക്ക് ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നിനക്ക് കൊയ്യാൻ സാധിക്കും. അല്ലാതെ നീ ഇങ്ങനെ സ്പില്ല് ചെയ്യണ മാതിരി ഒഴിച്ചുകൊണ്ടിരുന്നാൽ നിനക്ക് ഒരിക്കലും ജീവിതത്തിൽ നേട്ടങ്ങൾ സംഭവിക്കില്ല എന്ന് അദ്ദേഹം പറയാണ്. അപ്പം ഇനി അതെങ്ങനെ എന്നുള്ളതിനെ പറ്റി അവർ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് ഇവൾ ഈ ടെൻഷനും ഇതൊക്കെ ഉള്ളത് കൊണ്ട് എന്നും ജോഗിങ്ങിന് പോകും പാർക്കിൽ. അപ്പൊ പാർക്കിൽ ഇങ്ങനെ ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും പോകും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം ശ്രദ്ധിക്കുന്നത് എന്നാണ്, അപ്പൊ ഈ പവർ ഓഫ് നൗവിന്റെ ഒരു അല്ലെങ്കിൽ സൈലൻസിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇപ്പോഴത്തെ അവസ്ഥയുടെ ചിന്ത മനസ്സിൽ വന്നതുകൊണ്ടാണ് അവള് ആ നോട്ട് ചെയ്യുന്നത്. ഒരു ബെഞ്ചില് ഒരു 2 ലേഡീസ് ഇരിക്കുകയാണ്. 2 ലേഡീസ് ഒരു ഏജ്ഡ് ആയ ആൾക്കാരാണ് രണ്ടുപേരും. അവരിയ്ക്കുന്ന അപ്പൊ ഇവള് ശ്രദ്ധിക്കുന്നുണ്ട്. അന്ന് മുതലാണ് അവള് ശ്രദ്ധിക്കുന്നത്. അവർ രണ്ടുപേരും തമ്മിൽ വലിയ വർത്താനമൊന്നുമില്ല. ഒന്ന് ചിരിക്കുന്നുണ്ട് ഇടയ്ക്ക്, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഒക്കെ പറയുന്നുണ്ട്, അവരുടെ അന്നത്തെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് ലൗഡ് വർത്താനങ്ങളൊന്നുമില്ല. അവരെന്നും അവിടെ വന്നിരിക്കും. അപ്പോ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം ഈ റീത്ത എന്ന് പറഞ്ഞ പെൺകുട്ടി ചോദിച്ചു, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? അപ്പൊ അതിലൊരാൾ പറയാണ്, ഒരു ലേഡി പറഞ്ഞു, ഞങ്ങളൊന്നും സംസാരിക്കുന്നില്ല, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൈലൻസിൽ ഒന്ന് ചിരിക്കും, എന്തെങ്കിലും ഒന്ന് അല്പം സംസാരിക്കും, ഞങ്ങൾ ലൗഡ് സംസാരമൊന്നുമില്ല, ഞങ്ങൾ ഈ പ്രകൃതിയൊക്കെ ആസ്വദിക്കും, അതുപോലെ തന്നെ ആ സ്കൈയുടെ കളറ് ഇതൊക്കെ ഞങ്ങൾ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പൊ പിന്നെ എന്തിനാ നിങ്ങൾ എന്നും വരുന്നത്? പിന്നെ എന്നും വരാതെ എങ്ങനെയാ? എന്നും ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഞാൻ ഇപ്പൊ പ്രസന്റിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നിരിക്കുമ്പോഴാണ്. അപ്പൊ ഇത് കേട്ടപ്പോ അവർക്ക് തോന്നി, ഓ ഇതാണല്ലോ ഏറ്റവും ബെസ്റ്റ് വിദ്യ. അപ്പം ഈ ലേഡി, ഈ റീത്ത എന്ന് പറഞ്ഞ പെൺകുട്ടി പിറ്റേ ദിവസം ഫ്രണ്ടായിട്ട് വരികയാണ്. കുറച്ചുപേരൊക്കെ ജോഗി ചെയ്തു, എന്നിട്ട് ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവര് പറഞ്ഞ പോലെ തന്നെ സൈലന്റ് ആയിട്ടിരുന്നു. അപ്പൊ എന്താ ചേഞ്ച് വന്നതെന്ന് വെച്ചാൽ ഈ സ്ക്രീൻ സ്ക്രോളിംഗ് ഒന്നുമില്ല, മൊബൈൽ നോക്കുന്നില്ല. അല്ലെങ്കിൽ ഈ ജോഗിങ്ങിന്റെ ഇടയിൽ മൊബൈൽ നോക്കുകയാണ്. ഇത് എന്താണ് ഇനി അടുത്ത ടാർഗറ്റ്, എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ഞാൻ ആരിലും മുമ്പിൽ പോകണം എന്നുള്ളൊക്കെ ചിന്തയാണ് ഏതായാലും. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പം ആ മൊബൈൽ നോക്കുന്നേ ഇല്ല, അത്ര ഇരിക്കുന്ന സമയം മൊബൈൽ നോക്കുന്നില്ല. അപ്പൊ അവരുടെ പ്രസൻസ് ഓഫ് മൈൻഡ് വരികയും ആ കുട്ടിക്ക് പിന്നെ ഉന്നതി ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ആ സ്റ്റോറിയിൽ പറയുന്നത്. അപ്പം അവിടെ 2 കാര്യം നടന്നത്. ഒന്ന്, ആ പ്രസൻസ്, നമ്മുടെ പവർ ഓഫ് നൗ, ആ സമയത്ത് ജീവിക്കുക എന്നുള്ളത് അവർ നടത്തി. അതുപോലെ തന്നെ സൗഹൃദവും. അപ്പൊ ഈ സൗഹൃദം അവിടെ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യാണ്. സൗഹൃദം എന്ന് പറയുന്നത് എന്താണ്? നമ്മള് എല്ലാ ദിവസവും എല്ലാവരോടും വിളിച്ച് സംസാരിച്ച് 2 മണിക്കൂർ സംസാരിക്കുന്നു എന്നും സൗഹൃദമല്ല എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. സൗഹൃദം എന്ന് പറഞ്ഞാല് നിനക്ക് ആവശ്യമുള്ളപ്പോ ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നമുക്ക് രണ്ടുപേർക്കും കൂടി കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കാം. ഇത് സൗഹൃദം തന്നെയാണ്. അവിടെയാണ് പവർ ഓഫ് നൗവിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഇന്ന് ഞാൻ വേറെ ഒരു വാട്സാപ്പ് വായിച്ചാണ്. ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ, ഒട്ടനെ നമ്മൾ എല്ലാവർക്കും വിഷ് ചെയ്തിട്ട് പിന്നെ അവരെ മറന്നു. അങ്ങനെയല്ല, നമ്മളിപ്പോ ഒരാളെ വിഷ് ചെയ്തു, ഇറ്റ്സ് ഓക്കെ. പക്ഷെ സമയം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഫ്രണ്ടിനെ ഒന്ന് വിളിക്കുക. കുറെ നാളായിട്ട്, എന്നും കാണുന്ന ഫ്രണ്ടിനെ അല്ല ഞാൻ പറയുന്നത്, കുറെ നാളായിട്ട് നമ്മൾ സംസാരിക്കാത്തതും, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ആയിരുന്നു പക്ഷെ ഇപ്പൊ ആ കണക്ഷൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ടായിട്ട് സംസാരിക്കുക എന്തെങ്കിലും കുറച്ച് സമയം. അപ്പൊ ഫ്രണ്ട്ഷിപ്പ് ഡേ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനായിട്ട്, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് പണ്ടുണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ് തന്നെയല്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകണം. കണ്ടിന്യൂ ചെയ്തു പോയാലാണല്ലോ ഇപ്പൊ നമുക്ക് അതിന്റെ പ്രയോജനം കിട്ടുള്ളൂ. അപ്പൊ ഈ പവർ ഓഫ് നൗവും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമ്മള് ഇന്നത്തെ ഈ ഡിസ്കഷനിലേക്ക് കടക്കാൻ നമുക്ക്. ഈ ഡിസ്കഷനിൽ നമ്മൾ വായിച്ചിരിക്കുന്ന ബിന്ദു, അതുപോലെ തന്നെ ശ്രീ പ്രിയ ഹരി, ദെൻ ഫെബി, റജീന ആൻഡ് പ്രേമണ്ണ, എല്ലാവരുടെയും കേട്ടു ഞാൻ ശരിക്കും. എല്ലാവരും ഈ ബുക്കിനോട് വളരെയധികം നീതി പുലർത്തത്തക്ക രീതിയിലാണ് വായിച്ചിരിക്കുന്നത്. അപ്പം ഓരോരുത്തരിലേക്കായിട്ട് നമുക്ക്
അവരുടെ ഡിസ്കഷൻ അല്ലെങ്കിൽ അവർക്ക് ആ ഇൻസൈറ്റ് എന്ത് കിട്ടി എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് തോന്നുന്നു ബിന്ദു കയറിയിട്ടില്ല അല്ലെ? സോ വിൽ ഗോ ടു ശ്രീപ്രിയ ഹരി. ഓവർ ടു ശ്രീപ്രിയ മാം. ഗുഡ് ഈവനിങ്. ആലീസ് മാമിന്റെ എനർജറ്റിക് വേർഡ്സിന്റെ അത്ര എനർജി എനിക്ക് ഇല്ല കേട്ടോ. ചെറിയൊരു കോൾഡ് അടിച്ചിരിക്കുകയാണ്. 3rd-ഉം 4th-ഉം ചാപ്റ്ററും അതാണ് അലോട്ട് ചെയ്ത് തന്നിരുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാമെന്ന് എനിക്ക് തോന്നിയ ഒരു 6 പോയിന്റ്സ് അത് പറയാം. നമ്മൾ ഇപ്പം ഇരിക്കുന്ന ഓരോരുത്തരും വി ഓൾ ആർ ഹാവിങ് ലോട്ട് മെനി പ്രോബ്ലംസ്. പുറത്തേക്ക് അത് എക്സ്പ്രസിങ് ആയില്ല എങ്കിൽ പോലും വി ആർ ഹാവിങ് പ്രോബ്ലംസ് ഇൻ അവർ മൈൻഡ്. അപ്പോൾ പവർ ഓഫ് നൗ, നൗ എന്ന വാക്കിന് ഇത്രമേൽ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തന്നൊരു പുസ്തകം. അത് എങ്ങനെയൊക്കെയാണ് ആ ബുക്കിൽ തിരിച്ചും മറിച്ചും അപ്സൈഡ് ഡൗൺ ഹൊറിസോണ്ടലി വെർട്ടിക്കലി അതൊക്കെ ഇട്ട് ആ പവർ ഓഫ് നൗവിനെ അത്രമാത്രം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇൻജെക്ട് ചെയ്ത് തന്നൊരു പുസ്തകമാണത്. അപ്പോൾ നമ്മുടെ മൈൻഡിലുള്ള പ്രോബ്ലംസ് അത് ഇറ്റ് കനോട്ട് ബി റിസോൾവ്. എപ്പോ നമ്മൾ നമ്മുടെ മൈൻഡിന്റെ ലെവലിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി റിസോൾവ് ഓൺലി വി ആർ തിങ്കിങ് ബിയോണ്ട്. അതായത് ഒരു പ്രോബ്ലം വരുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുന്നതിനോടനുബന്ധിച്ച് തന്നെ വി ഷുഡ് ക്രിയേറ്റ് അവർ ഓൺ പാരഡൈസ്. അവർ ഓൺ പാരഡൈസ് എന്ന് പറയുന്നത് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഓർ റിയലൈസ് ദാറ്റ് വി ആർ ഇൻ ദ നൗ ബിഫോർ അവർ മൈൻഡ് ഈസ് സെയിങ് യെസ് ബട്ട്. ആ ബട്ടിന് ശേഷമാണ് നമ്മുടെ പ്രോബ്ലം തുടങ്ങുന്നത്. അപ്പോൾ ബിഫോർ എ പ്രോബ്ലം അവർ മൈൻഡ് ക്രിയേറ്റ്സ് we should create our own paradise. ആ പാരഡൈസ് എന്ന സ്വർഗം എന്നല്ല, we should be in the present now before our mind is telling yes. പക്ഷേ ആ പക്ഷേക്ക് ശേഷം ഒരു പ്രോബ്ലം ഉണ്ടാവാതെ നോക്കേണ്ടത് ബിയോണ്ട് ദ മൈൻഡ് നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമാണ്. അതാണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫസ്റ്റ് പോയിന്റ്. പിന്നെ നൗ എന്ന് പറയും, ലൈഫ് ഈസ് നൗ. അതിൽ നമ്മൾ പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും എല്ലാം മിക്സപ്പ് ചെയ്യുമ്പോഴാണ് ഈ ക്ലബ്ഡ് ആയിട്ടുള്ള ഒരു കൺഫ്യൂസിങ് തോട്ട്സ് നമുക്ക് വരുന്നത്. പാസ്റ്റിനെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പാസ്റ്റ് ഈസ് ദ ഫോർമർ നൗ എന്നും ഫ്യൂച്ചർ എന്നത് ഇമാജിൻഡ് നൗ എന്നുമാണ്. ദാറ്റ് മീൻസ് ബോത്ത് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ആർ ദ പ്രൊജക്ഷൻസ് ഓഫ് നൗ. എങ്ങനെയാണോ മൂൺ സണ്ണിന്റെ ലൈറ്റ് നിന്ന് റിഫ്ലക്ട് ചെയ്ത് സ്വയം ഷൈൻ ചെയ്യുന്നത്, അതുപോലെ പാസ്റ്റിൽ നിന്നും ഫ്യൂച്ചറിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങളാണ് നൗ എന്നതിൽ നമ്മൾ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത്. സോ ദർ ഓൾസോ ഹി എംഫസൈസ് ദ റോൾ ഓഫ് നൗ. പിന്നെ ഏതൊരു പ്രോബ്ലം വരുമ്പോഴും either we will be preoccupied with the past. പാസ്റ്റിൽ നിന്ന് കിട്ടിയ നമുക്ക് കുറെ അനുഭവങ്ങൾ നമ്മൾ പ്രീഒക്യുപ്പൈഡ് ആയിരിക്കും. ഇറ്റ് മൈറ്റ് ഹാപ്പൻ സോ, അന്ന് അങ്ങനെ ഉണ്ടായപ്പോൾ ഇറ്റ് വാസ് ഹാപ്പൻ ലൈക്ക് ദിസ്. അല്ലെങ്കിൽ അതൊരു ഇമാജിൻഡ് ആയിട്ടായിരിക്കും നമ്മൾക്ക് ഇറ്റ് മേ ഹാപ്പൻ ലൈക്ക് ദിസ്. അപ്പോഴും there will be an expressed unwillingness to acknowledge the present. പ്രസന്റിനെ അക്നോളജ് ചെയ്യാൻ നമ്മൾ പലപ്പോഴും സ്വയം അനുവദിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രോബ്ലം റിസോൾവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ബിഫോർ ദ മൈൻഡ് ഈസ് ടെല്ലിങ് എ ബട്ട് we should create our own solution. That means we have to be dominant over our mind by using the term now. പിന്നെ നമ്മൾ ഏതൊരു പ്രോബ്ലം കാണുമ്പോഴും അതൊരു ഇൻസിഡന്റ് ആയാലും ഒരു വ്യക്തിയിലായാലും we should not judge or analyze and soon we should not give a reaction to that. It depends upon that situation. It depends upon that person. അപ്പോൾ ഒരു വ്യക്തിയാണെങ്കിൽ ജസ്റ്റ് വാച്ച് ദ തോട്ട്, വി ഹാവ് ടു ഫീൽ ദെയർ ഇമോഷൻ, ഒബ്സർവ് ദെയർ റിയാക്ഷൻ ആൻഡ് ദെൻ റിയാക്ട് ഓൺലി ഇഫ് ഇറ്റ് ഈസ് റിക്വയർഡ്. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ വി ഷുഡ് നോട്ട് ഹാവ് എ പ്രീ ഒക്യുപ്പൈഡ് പാസ്റ്റ് ഓർ ആൻ ഇമാജിൻ ഫ്യൂച്ചർ. അപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർ ഒബ്സർവ് ചെയ്യും, അവരെ വി ഹാവ് ടു വാച്ച് ദെയർ തോട്ട്, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഓർ ഫീൽ ദെയർ ഇമോഷൻ, watch their reaction and then we have to take a reaction. ഇതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ അത്രയും നല്ലൊരു പ്രസൻസ് ഓഫ് മൈൻഡും ആ ഒരു നൗ എന്നതിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പ്രോബ്ലം എന്നതിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിരുന്നത് ചിന്തിച്ചു നോക്കിയപ്പോൾ ശരിയാണ്. അതൊരു
വി ആർ ജസ്റ്റ് ഡ്വെല്ലിങ് മെന്റലി ഓൺ ദാറ്റ്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളത് മെന്റലി ഇറ്റ്സ് എ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡ്വെൽ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമുക്കൊരു ഇന്റൻഷൻ ഉണ്ട് അത് സോൾവ് ചെയ്യാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എ സൊല്യൂഷൻ വിൽ കം ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ്. നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ പ്രോബ്ലം ഹിയർ ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ആസ് എ ഇന്റൻഷണൽ ഡ്വെല്ലിംഗ് ബൈ അവർ മൈൻഡ്. അതായത് മെന്റലി നമ്മൾ അതിൽ ഡ്വെല്ലിംഗ് പറ്റിപ്പിടിച്ച് കിടക്കുകയാണ്. അങ്ങനെയാണ് പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്ത് തന്നിരിക്കണം എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ വീട്ടിലോ നമുക്ക് വേണ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവാന്ന് വെക്കാം. വി വിൽ നോട്ട് ഗോ അൺകോൺഷ്യസ് ദർ. ആ സമയത്ത് നമുക്കൊരു അതൊരു സൂപ്പർസ്റ്റിഷ്യസ് പവർ ഒന്നുമല്ല. വി വിൽ ഹാവ് എ സുപ്രീം ഡിസിഷൻ്റെ നമുക്ക് ആ സമയത്ത് നമ്മുടെ മൈൻഡിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. we will have a more power to take the reaction. പക്ഷെ at this moment ഇപ്പൊ നമ്മൾ ചിന്തിക്കാം നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കും, we will just go fainted or we will go numb like anything. പക്ഷെ ക്രിട്ടിക്കലി ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്താണെങ്കിൽ we will do the right thing at the right time. At that time it will be a serious problem. അപ്പോൾ പ്രോബ്ലം എന്നത് മെന്റലി ഡ്വെല്ലിംഗ് ആണ്. പക്ഷെ ഒരു എമർജൻസി അല്ലെങ്കിൽ ലൈഫ് ഡെത്ത് എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ അവിടെ ആക്ട് ചെയ്യും. അവിടെ എന്താ വർക്ക്ഔട്ട് ആവുന്നത്? ദ പ്രസൻസ് ഓഫ് നൗ. അവിടെ ഫ്യൂച്ചറും ഇല്ല, പാസ്റ്റും ഇല്ല, ദ നൗ എന്നത് മാത്രമേ ഇവിടെ വർക്ക്ഔട്ട് ആവുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് ദ പവർ ഓഫ് നൗ ഹി എക്സ്പ്ലെയിൻസ്. ചിലപ്പോൾ either we will survive the situation or we will surrender. പക്ഷെ at that time we will be courageous like anything and we will be living in the present. That is the power of now does its role there. പിന്നെ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ പറയുന്നത് do what we can do at this right moment. അതിൻ്റെ ഫ്രൂട്ടിൻ്റെ പുറകിൽ പോകണ്ട. We should not be concerned about the fruit of our action. Let we do the action what we can do right now. The fruit will be coming as we are acting now. അപ്പോഴും എന്താ അവിടെ വരുന്നത്? എന്താണോ നമുക്ക് നൗവില് ചെയ്യാൻ പറ്റുന്നത് ആ നൗവില് നമ്മൾ ചെയ്യാം. And that now will make us a good fruit. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ഷനോ അനുസരിച്ചുള്ളൊരു ഫ്രൂട്ട് നമുക്ക് തരും. പിന്നെ സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വാട്ട് വി ആർ ഡൂയിങ് എന്നതിനപ്പുറം ഹൗ അത് നമുക്ക് ഹാപ്പിനെസ് തരുന്നുണ്ടോ, നമ്മുടെ ജോബിന് ഒരു ഈസിനെസ് തരുന്നുണ്ടോ. അപ്പൊ ഹൗ എന്നത് ചെയ്യുമ്പോൾ നമുക്ക് തീരുമാനിക്കാം ഏതൊരു കാര്യം ഈസി ആയിട്ട് ചെയ്യണോ, ടൈറ്റ് ആയിട്ട് ചെയ്യണോ, റിലാക്സ്ഡ് ആയിട്ട് ചെയ്യണോ, മൈൻഡ് റഫ് ആയിട്ട് ചെയ്യണം. അപ്പൊ അത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ ഉള്ളിൽ നമ്മളെ തിരിച്ചറിഞ്ഞ് ആ സിറ്റുവേഷനിൽ വാട്ട് ഷുഡ് വി ഡു എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു പ്രസൻസ് ഓഫ് മൈൻഡും നൗ എന്നൊരു ഫീലിങ്ങും വേണം. അപ്പോൾ ദാറ്റ് മീൻസ് പ്രസന്റ് നൗവിൽ നമ്മൾ ഫുൾ അറ്റൻഷൻ കൊടുക്കണം. ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമുക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറം ഒരു ബാഗേജ് അല്ലെങ്കിൽ ഒരു ലഗേജ് നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കുമ്പോൾ അത് വെറുതെ ഒന്ന് നിലത്ത് വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിലീഫ് ഇല്ലേ, അതുപോലെ തന്നെയാണ് പ്രീഒക്യുപ്പൈഡ് പാസ്റ്റിനെയും ഇമാജിൻ ഫ്യൂച്ചറിനെയും നമ്മൾ കൊണ്ടു നടക്കുമ്പോഴും ആ ഒരു വെയിറ്റ് താഴെ വയ്ക്കുമ്പോൾ. സോ ദ ഈസിനെസ് ഓഫ് ലൈഫ് കംസ് വെൻ വി ആർ ലിവിങ് ഇൻ ദ പ്രസന്റ് നൗ. ഇതൊക്കെയാണ് ആ രണ്ട് ചെറിയ ചാപ്റ്റേഴ്സ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. നല്ലൊരു മെസ്സേജാണ് അതിനകത്ത് വരുന്നത് അല്ലേ? കർമ്മം ചെയ്യുക, അതിന്റെ ഫലം നമുക്ക് കിട്ടും. എപ്പോഴായാലും നമുക്ക് കിട്ടും. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമുക്ക് കിട്ടും. ഇതൊക്കെയാണ് ഭഗവത്ഗീതയിലും അല്ലെങ്കിൽ ബൈബിളിലും ഒക്കെ പറയുന്ന സംഗതി ഇത് തന്നെയാണ്. ബൈബിളിൽ പറയുന്നുണ്ട് എന്താണെന്നറിയോ? യുവർ ടൈം ഈസ് നോട്ട് ഗോഡ്സ് ടൈം എന്ന്. നമ്മുടെ ടൈം അല്ല ദൈവത്തിന്റെ ടൈം. നമ്മൾ പലതും വിചാരിക്കും ഈ പ്രോബ്ലം നമ്മളിൽ നിന്ന് മാറിപ്പോണേ എന്ന് വിചാരിക്കും. ആ പ്രോബ്ലം ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു കാര്യമായിട്ട് വരാൻ പോണത്. ആ പ്രോബ്ലം, ഒരു പ്രോബ്ലത്തിന് നമ്മൾ ഏത് പ്രോബ്ലത്തിനും നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് എവരി പ്രോബ്ലം ഹാസ് എ സൊല്യൂഷൻ. അപ്പം അത് നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ വെച്ചിട്ട് അതിന്റെ ഫലം കിട്ടും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫെബി കയറിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല. റെജിന മാം, ഓവർ ടു റെജിന മാം. വീഡിയോ ഓൺ ചെയ്ത് കിട്ടി. ഓക്കെ, ഞാൻ 7th and 8th ചാപ്റ്റേഴ്സ് ആണ് റീഡ് ചെയ്തത്. ഇപ്പൊ 7th ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പോർട്ടൽസ് ടു അൺമാനിഫെസ്റ്റഡ്. പോർട്ടൽസ് ടു അൺമാനിഫെസ്റ്റഡ്, അതായത് നമ്മുടെ ഈ ഭൗതികതയ്ക്ക് അതീതമായിട്ടുള്ള ഒരു അവസ്ഥ, അത് രൂപരഹിതമായിട്ടുള്ള ആ ഒരു മനസ്സിന്റെ ഒരു അവസ്ഥ, ദൃശ്യാതീതമായിട്ടുള്ള അവസ്ഥയിലേക്ക് എങ്ങനെ നമ്മൾക്ക് കടക്കാം, അതിലേക്ക് കടക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, പോർട്ടൽസ്, വാതിലുകൾ എന്തൊക്കെയാണെന്നാണ്
ഈ ചാപ്റ്ററിൽ പറയണത്. അപ്പൊ അതില് പറയുന്നുണ്ട്, ആദ്യമേ തന്നെ പറയുന്നത് നല്ലൊരു ഡീപ്പ് മെഡിറ്റേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് ആ മനസ്സിന്റെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളുടെ ഇതുപോലെ സൈലൻസ്, മനസ്സിന്റെ നിശബ്ദതാവസ്ഥ, അതുപോലെ നമ്മൾ സറണ്ടർ, നമുക്ക് ഇതേപോലെ ചിലപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ പ്രതിരോധിക്കും, അതങ്ങോട്ട് സറണ്ടർ ചെയ്യുക, ലെറ്റ് ഗോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ജഡ്ജ്മെന്റും റെസിസ്റ്റൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേയും കൂടി ആ അൺമാനിഫെസ്റ്റഡ് അവസ്ഥയിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നവരുണ്ട്. പിന്നെ അപ്പൊ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ബോധപൂർവം നമുക്ക് പോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും ശാന്തതയും സമാധാനവും ഒക്കെ കിട്ടും എന്നാണ് ടോൾ പറയണത്. പിന്നെ അതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ പോർട്ടൽസ് ടു അൺമാനിഫെസ്റ്റഡ് എന്നുള്ളതിന്റെ ഏറ്റവും ചുരുക്കമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ അടുത്തതാണ് എൻലൈറ്റ്മെന്റ് റിലേഷൻഷിപ്സ്. ഇപ്പൊ നല്ലൊരു ബന്ധം, നല്ല പ്രകാശം പോലെ പ്രകാശിക്കുന്ന ബന്ധങ്ങൾ. ഇപ്പൊ അധികം ഇതിൽ പറയണത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റി തന്നെയാണ് ഈ ചാപ്റ്ററിൽ അധികം പറയണത്. അപ്പം ടോൾ പറയണത് എന്താന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ പങ്കാളിയുടെ ഇങ്ങനെ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക, പങ്കാളിനെ അവരെ ചേഞ്ച് ചെയ്യാൻ നോക്കാണ്ടിരിക്കുക. അങ്ങനെ ചേഞ്ച് ചെയ്യാനും ജഡ്ജ് ചെയ്യാനും ഒക്കെ പോകുമ്പോഴാണ് അവരായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക അവരെ. അങ്ങനെ ചെന്ന് വരുമ്പോൾ തന്നെ നമ്മളുടെ ബന്ധങ്ങൾ കുറച്ചും കൂടി എൻലൈറ്റ്മെന്റ് ആകുമെന്നാണ് പറയണത്. പിന്നെ ഇതേപോലെ ലേഡീസിനാണ് പെട്ടെന്ന് എൻലൈറ്റ്മെന്റിലോട്ട് വരാൻ പറ്റണത്. കാരണം അവരിങ്ങനെ പണ്ട് മുതലേ തന്നെ ഇങ്ങനെ കുറെ ടോർച്ചറൊക്കെ അനുഭവിച്ചു വന്നേക്കുന്നതുകൊണ്ട് അവരെപ്പോഴും കുറച്ചും കൂടി കോൺഷ്യസ് ആയിരിക്കും. അവരുടെ പെയിൻ ബോഡി ഇങ്ങനെ പറയണുണ്ട്. പെയിൻ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മളുടെ പണ്ട് കാലത്തുണ്ടായ നമ്മുടെ അനുഭവങ്ങളും വിഷമങ്ങളും എല്ലാം ഇങ്ങനെ ഒരു മനസ്സിൽ കിടക്കുന്നുണ്ടാവുമല്ലോ, അതിനെ പെയിൻ ബോഡി എന്നാണ് ഇവിടെ ടോൾ പറയണത്. ആ പെയിൻ ബോഡി ചിലപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ വരുമ്പോൾ നമ്മൾ കോൺഷ്യസ് അല്ലെങ്കിൽ പെയിൻ ബോഡി ആക്റ്റീവ് ആവും. അങ്ങനെ പെയിൻ ബോഡി ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ദേഷ്യവും ഡിപ്രഷനും നിരാശയൊക്കെ വരും. അപ്പൊ എപ്പോഴും നമ്മൾ പങ്കാളികളുടെ കൂടെ ആകുമ്പോൾ ഒരാളെങ്കിലും എപ്പോഴും പ്രസൻസ് ഓഫ് മൈൻഡിലായിരിക്കണം എന്ന്, പ്രസൻസിൽ ജീവിക്കണം. അങ്ങനെ പ്രസൻസിൽ ജീവിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ബന്ധങ്ങൾ കുറച്ചും കൂടി എൻലൈറ്റൻഡ് ആകും എന്നാണ് ടോൾ പറയണത്. ഇത്രയൊക്കെയാണ് ഈ 2 ചാപ്റ്ററിൽ ഏറ്റവും ചുരുക്കമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 7th 8th ചാപ്റ്ററിൽ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. മാമിന്റെ ഓഡിയോയിൽ നന്നായിട്ട് എല്ലാം വിവരിച്ചിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. അതുകൊണ്ട് പറയാം. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞാല് നമ്മള് കൗൺസിലിംഗിൽ പറയണ കാര്യം അക്സെപ്റ്റ് ഇറ്റ്, നോട്ട് അഡ്ജസ്റ്റ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ. അപ്പം എല്ലാ ചാപ്റ്ററിലും കൂടി എടുക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക, അത് അക്സെപ്റ്റ് ചെയ്യുക. പ്രോബ്ലം ഉണ്ടെന്ന് ആദ്യം അക്സെപ്റ്റ് ചെയ്യണമല്ലോ, പക്ഷെ അതിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ജീവിതം മുഴുവൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടി വരും. അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അതുപോലെ പവർ ഓഫ് സൈലൻസ്, മെഡിറ്റേഷൻ ഒക്കെ അതുകൊണ്ടൊക്കെയാണ് നമുക്കിത് ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ അതിനൊക്കെ നമ്മൾ തയ്യാറാവണം. നമ്മൾ മനസ്സുകൊണ്ട് പവർ ഓഫ് നൗവിൽ ജീവിക്കാനായിട്ട് നമ്മൾ തന്നെ ആദ്യം ഒന്ന് തയ്യാറായിട്ട് വേണം മറ്റുള്ളവരെ നമ്മൾ മാറ്റാനായിട്ട് പോകാനായിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞത് പ്രേമ മാം ഉണ്ട്. പ്രേമ മാം, ഓർ ടു പ്രേമ മാം. യെസ്. ഞാനിവിടെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്രയും നേരം കുട്ടികളെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് ജസ്റ്റ് ഇങ്ങോട്ട് ഓടി വന്നതാണ്. ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ് എവരിബഡി, ഓൾ മൈ ഫ്രണ്ട്സ്. കാണാമോ? വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവാന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല, വീഡിയോ വേണമെന്നില്ലല്ലോ. ഇതിപ്പോ ഞാൻ പറഞ്ഞ പോലെ ഡിയർ ആലീസ്, ഉഷ, ഓൾ മൈ ഫ്രണ്ട്സ്, ഞാൻ എല്ലാ കാര്യങ്ങളും പിന്നെ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ വീഡിയോ അല്ലെ പിന്നെ ബ്രീഫിംഗ് ഞാനാണ് തോന്നുന്നു ചെയ്തത്. അതൊരു ബ്രീഫിംഗ് ആണോ അതൊരു ഇലാബറേറ്റിംഗ് ആണോ എന്ന് തന്നെ എനിക്ക് അവസാനം തോന്നിപ്പോയി. പക്ഷെ അത്രയും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനകത്ത് അത്രയും കാര്യമായിട്ട് പറഞ്ഞ ഇത് നമുക്ക് അത് പിന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അത്രയും വീഡിയോയിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്, ഇവൻ ദോ ഇറ്റ്സ് എ ബ്രീഫിംഗ്. അപ്പൊ ഇതിനിപ്പോ നക്ഷലിൽ പറയുകയാണെങ്കിൽ ഞാൻ ആ പറഞ്ഞത് തന്നെയാണ് ഇപ്പൊ വീണ്ടും പറയുന്നത്. പക്ഷെ ചിലപ്പോ എല്ലാവരും വായിച്ചു കാണില്ല. വായിക്കാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് പറയാം. അതായത് 9ഉം 10ഉം ചാപ്റ്റേഴ്സ്. 9ന്റെ ചാപ്റ്റർ പറയുന്ന ബിയോണ്ട് ഹാപ്പിനെസ് ആൻഡ് അൺഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ പിന്നെ ടോൾ പറയുന്നത് ഈ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മൊമെന്റ്, പലപ്പോഴും ഒരു സംഭവം നടക്കുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ സ്ഥിരമായ ഒരു ഹാപ്പിനെസ് ഉണ്ട്, ഒരു ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും അതാണ് ഇന്നർ പീസ് എന്ന് പറയുന്നത്. ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാപ്പിനെസ് ആൻഡ് ഇന്നർ പീസ്. അപ്പൊ ഈ ഇന്നർ പീസിന് വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടതെന്നാണ് പറയുന്നത്. അതാണ് ഈ പവർ ഓഫ് നൗവിന്റെ ഒക്കെ പ്രധാനം.
ഹാപ്പിനെസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇതിന് പറഞ്ഞു, നമുക്കൊരു ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ നമുക്കൊരു ഡിഗ്രി കിട്ടിയ PhD അവാർഡ് ചെയ്തപ്പോ, അങ്ങനെയൊക്കെ ഉള്ളത് ഹാപ്പിനെസ് ആണ്. അതൊരു കണ്ടീഷണൽ സിറ്റുവേഷനിലാണ്. അതേസമയത്ത് ഇന്നർ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാപ്പിനെസ് കൊണ്ടും അൺഹാപ്പിനെസ് കൊണ്ടും എല്ലാം കിട്ടുന്ന ഒരു നമുക്ക് പറയില്ലേ, ഒരു ഇക്വിലിബ്രിയം ഓഫ് മൈൻഡ് എന്നൊക്കെ പറയുന്ന അതാണെന്നാണ് ടോള് പറഞ്ഞത് എന്നാണ് എനിക്ക് മനസ്സിലായത് അതിനകത്തുനിന്ന്. അപ്പൊ അതേസമയം പറഞ്ഞ ഇന്നർ പീസ് എന്നത് അതൊരു എന്താ പറയുന്നത്, ഒരു സ്റ്റിൽനെസ് ആണെന്നാ പറയുന്നത് ഇന്നർ പീസ്. അത് എവിടെയും പോവില്ല. അത് ചിലപ്പോ ഒരു മൊമെന്ററി ആയിട്ടൊന്ന് മാറിപ്പോയാലും വീണ്ടും വി കൻ മേക്ക് ദം ഹാബിറ്റ്. ഈ ഇന്നർ പീസിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് നമ്മളൊക്കെ ഞാനൊക്കെ ഒരുവിധം അത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. കാരണം എന്താ വെച്ചാൽ എന്തൊക്കെ വന്നാലും ആ സമയത്ത് സന്തോഷിക്കും, ആ സമയത്ത് ദുഃഖിക്കും. അറിയാലോ, ഇത്രയും വലിയ സംഭവങ്ങൾ നടന്നിട്ട് പോലും ഇപ്പോഴും പീസ്ഫുൾ ആണോ ചോദിച്ചാൽ ആണ്. ബിക്കോസ് അതിനെ അങ്ങനെ അതേ രീതിയിൽ ഓൾറെഡി പറഞ്ഞല്ലോ ആക്സെപ്റ്റൻസിന്റെ ഒക്കെ. അപ്പൊ ആ ഒരു ഇന്നർ പീസിലേക്ക് നമുക്ക് പോണെങ്കിൽ നമ്മള് പാസ്റ്റും ഫ്യൂച്ചറും അധികം കൺസിഡർ ചെയ്യാതെ നൗവില് ലിവ് ഇൻ നൗ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പൊ ആ സ്റ്റിൽനെസ്സിലേക്ക് എത്താൻ ശ്രമിക്കുക എല്ലാവരും. ആൻഡ് ദാറ്റ് ഈസ് പോസിബിൾ ഓൺലി വെൻ യു ആർ ലിവിങ് ഇൻ നൗ. ഇന്നിൽ ജീവിച്ചാൽ മാത്രം എന്ന് പറയും. അതിൽ പറയുന്ന ഇപ്പൊ ഈ അടുത്ത പറഞ്ഞ എൻഡ് ഓഫ് യുവർ ലൈഫ് ഡ്രാമ. അപ്പൊ നമ്മളെപ്പോഴും പറയാറുണ്ട് ജീവിതം ഒരു നാടകമാണ്, അതിലെ അഭിനേതാക്കളാണ് നമ്മളൊക്കെ എന്നൊക്കെ എപ്പോഴും നമ്മള് ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിലിപ്പം ഇവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡ്രാമ എന്ന് പറയുന്നത് ഭൂതകാലം നമുക്ക് നടന്ന സംഭവങ്ങളാണ് ഈ ലൈഫ് ഡ്രാമ എന്ന് അദ്ദേഹം പറയുന്നത്. അതായത് വിളിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ചീത്ത കാര്യങ്ങളെയാണ് ഡ്രാമ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെയല്ല തോന്നുന്നു. നമ്മളും മലയാളത്തിലൊക്കെ ഡ്രാമ എന്ന് പറഞ്ഞ ജീവിതം ഒരു ഡ്രാമയാന്ന് പറയുമ്പോഴും എനിക്ക് തോന്നുന്ന ഒരു നമുക്ക് സംഭവിച്ച അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെയും ഒരു ലൈഫ് ഡ്രാമ അത് ശരിക്കും ടോള് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ പവർ, ഗ്രീഡ്, കോൺഫ്ലിക്റ്റ്, ഇതൊക്കെയാണ് ഈ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ദ ഡ്രാമ, ദ തിങ്സ് വിച്ച് ആർ ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. അതിനെയാണ് അതിങ്ങനെ നമ്മളെപ്പോഴും മൈൻഡിലേക്ക് കൊണ്ടുവരും. അയാൾ എന്നോടൊന്നും അങ്ങനെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ അതെന്താന്ന് അങ്ങനെ ഞാൻ അത് ചെയ്ത് ശരിയായില്ല എന്ന് അങ്ങനെയല്ലേ, അല്ലെ എന്താണ് അങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നതാണ് ലൈഫ് ഡ്രാമ. ഇത് ശരിക്കും നമ്മളെ ആരോഗ്യത്തിന്, മാനസിക അല്ലെങ്കിൽ ശാരീരിക ആരോഗ്യത്തിന് വളരെ ഹാനികരമാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞ ആവശ്യമില്ലാത്ത ആർഗ്യുമെന്റും കോൺഫ്ലിക്റ്റിനും ഒരിക്കലും നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് ടോള് പറയുന്നത്. പിന്നെ പറഞ്ഞത് ഞാൻ വളരെ ചുരുക്കി പറയാം, സൈക്കിൾ ഓഫ് ലൈഫിന്റെ കാര്യമാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ലോകത്തിലെല്ലാം ചാക്രികമാണ്, എന്ന് വെച്ചാൽ സൈക്ലിക് ആണ്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, പ്ലാനറ്റ്സ്, രാവ് പകല്, നമ്മളൊക്കെ പറയുന്നോണ്ടാണ്, എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ആ ഒരു സൈക്ലിക് നേച്ചർ ഓഫ് ദ യൂണിവേഴ്സ് നമ്മൾ പറയാറുണ്ട്. ഇവിടെ അതൊന്നും കൂടെ എംഫസൈസ് ചെയ്തു. അതിലാണ് പറയണത് നമുക്ക് എപ്പോഴും സുഖവും ദുഃഖവും എല്ലാം നമ്മളുടെ ഇത് ഇങ്ങനെ എന്താണ് മാറി മാറി വരുന്നതാണ്. മരണം, ജനനം, ഗ്രോത്ത്, ഡിസൊല്യൂഷൻ, ഇതെല്ലാം മാറി മാറി വരും. ബട്ട് നമ്മൾ അതുമായിട്ട് അങ്ങോട്ട് പോവുകയാണ് ഏറ്റവും നല്ലത്. എല്ലാറ്റിനും നമ്മൾ എല്ലാം നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഈ നേച്ചറിനെ തന്നെ വി ക്യാൻ കൺസിഡർ ആസ് ഗുഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ജനനം ഉണ്ട്, മരണം ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? അപ്പൊ എപ്പോഴും ഇത് സൈക്ലിക് നേച്ചർ ഈസ് ഓൾവേസ്, വി ഹാവ് ടു കൺസിഡർ ദാറ്റ് സൈക്ലിക് നേച്ചർ ഓഫ് ദ യൂണിവേഴ്സ് ആസ് ഗുഡ്, ഇൻവേർട്ടഡ് കോമയിലാണ് പറയുന്നത്. പക്ഷെ ഇത് ആ ഗുഡ് ഒരു പക്ഷെ സ്ഥായി ആയിരിക്കില്ല, ബട്ട് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ പെർമനന്റ് ഗുഡ് എന്ന് പറയുന്നത്. അതെ. പിന്നെ ഇപ്പൊ നമ്മൾ കോവിഡ്, ഞാനതിൽ പറഞ്ഞു, കോവിഡ് കാലത്തൊക്കെ പറഞ്ഞ പോലെ ഇന്നത്തെ എല്ലാ ദുഃഖങ്ങളും നാളെ മാറും. നമ്മൾ ദിസ് ടൈം വെള്ളപ്പൊക്കത്തിലോ ദിസ് ടൈം ഓൾസോ വിൽ പാസ് എന്ന് പറഞ്ഞ പോലെ ഓരോരും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾ ദാറ്റ് അറൈസസ് പാസസ് അവേ. ഇന്നില്ലെങ്കിൽ നാളെ അതെല്ലാം അപ്രത്യക്ഷമാവും. നമ്മളും ഒരു കാലത്ത് അനുഭവിച്ച ദുഃഖത്തിനെ നമ്മൾ ഇന്നൊരു കഥയായിട്ട് പറഞ്ഞു ചിരിക്കും. ഇപ്പോഴും ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ ജാലിസിനും ഉഷയ്ക്കൊക്കെ അറിയാം, ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചില പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങളെല്ലാരും കൂടി കാറിൽ പോകുമ്പോൾ പ്രതുവും സൗവർണികയും കൂടി ഇങ്ങനെ പറഞ്ഞു ചിരിക്കും. അമ്മ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ എനിക്കും ചിരി വരെ, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ അന്ന് ഒരുപാട് അവർ ദുഃഖിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ പറയുന്നത് കേട്ട ഒരുപാട്. അവള് പറയാണ്, അമ്മ ഇത്രയും അമ്മ എനിക്ക് കണ്ണിന്ന് വെള്ളം വന്നുപോയി, അമ്മ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്.
അതാണ് അപ്പം എവറിത്തിങ് ഈസ് എ പാസിംഗ് സ്റ്റേജ് ഇൻ ലൈഫ്, അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ നെഗറ്റിവിറ്റിയെ പറ്റിയാണ് ഒന്ന് പറയുന്നത്. അത് ഞാൻ അതിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ നെഗറ്റിവിറ്റി പറയുന്നത് എന്താ വെച്ചാൽ എപ്പോഴും മനസ്സിനെ ഇറ്റ്സ് എ പൊല്യൂട്ടന്റ് എന്നാണ് നെഗറ്റിവിറ്റി. അത് നമുക്ക് എല്ലാവരും പറയുന്ന കാര്യം തന്നെ. പിന്നെ അതൊരു നമുക്ക് ഇങ്ങനെ വേറെ ഒരു സ്പീഷീസിനും അല്ലെങ്കിൽ ഒരു ജന്തുവിനോ ഒരു സസ്യത്തിനോ ഒരു നോൺ ലിവിങ് തിങ്ങിനോ ഒന്നും ഈ നെഗറ്റിവിറ്റി ഇല്ല. ഓൺലി ഹ്യൂമൻ ബീങ്സ് ആർ ഹാവിങ് നെഗറ്റിവിറ്റി എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കിപ്പോ ഞാൻ വിചാരിക്കുന്ന പലതിനും കുറച്ചുണ്ടായിരിക്കും. പക്ഷെ ദാറ്റ് നെഗറ്റിവിറ്റി ഈസ് ആക്ച്വലി യൂസ്ഫുൾ ഫോർ ദം. ഒരു പട്ടി പ്രസവിച്ച് കിടക്കുമ്പോൾ നമ്മൾക്ക് നേരെ കുരയ്ക്കും ഒരു പക്ഷെ ആ നെഗറ്റിവിറ്റി അതിനകത്ത് നല്ലതാണ്, അതിന്റെ കുട്ടി ആരും കൊണ്ടുപോകാതിരിക്കാൻ. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മൾ ഈ നെഗറ്റിവിറ്റി ഇങ്ങനെ വെച്ചോണ്ട് കൊണ്ട് നടന്ന് ഇരിക്കും. ആൻഡ് ദാറ്റ് ദർ ഇസ് നോ നീഡ് ഓഫ് ദാറ്റ്. ഈ നെഗറ്റിവിറ്റി വരുന്നത് നമ്മൾ സിൻസ് വി ആർ ലിവിങ് ഇൻ പാസ്റ്റ്. അതുകൊണ്ടാണ് നമ്മളിപ്പോ കഴിഞ്ഞ നിമിഷം കഴിഞ്ഞതുപോലും നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ആലോചിക്കണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഒറ്റ വഴി എന്ന് പറഞ്ഞത് നെഗറ്റിവിറ്റിയിൽ നിന്നും മുക്തി നേടാൻ ആകെ ചെയ്യാൻ പറ്റുന്നത് ഇന്നിൽ ജീവിക്കുക, ലിവ് ഇൻ പ്രസന്റ് എന്നാണ്. അത് ഞാൻ പറഞ്ഞു. അദ്ദേഹം എല്ലാം അതിനകത്ത് പ്രസൻസ് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പ്രസന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ പറയുന്നത് കമ്പാഷൻ അങ്ങനെയുള്ളത്, അത് നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം ഒരു പെർസെപ്ഷൻ ആണ്. നമ്മൾ ഒരുപാട് ഭീഷണികൾ നേരിടുന്നു എന്ന് പറയുന്നത് എല്ലാവരും പറയും എനിക്ക് ജീവിതത്തിൽ ആകപ്പാടെ എന്നും കഷ്ടപ്പാടാ. പക്ഷെ ഇതെല്ലാം നമ്മുടെ ഒരു പെർസെപ്ഷനാണ്. ആ ഒരു വിഷമങ്ങൾ വരെ, എനിക്ക് ഒരുപാട് ജോലി ഭാരം, നമ്മൾ പറയില്ല അയ്യോ എത്ര വർക്കാ കോളേജിൽ നിന്ന് രാവിലെ ചെന്ന് മുതൽ വർക്ക്. ബട്ട് ഇഫ് യു ആർ റെഡി ടു ആക്സെപ്റ്റ് ദാറ്റ്, അത് നമ്മുടെ പെർസെപ്ഷനാണ്. ചിലർക്ക് ഓവർലോഡ് വരുമ്പം അവർക്കത് നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ നമുക്കത് ആക്സെപ്റ്റ് ചെയ്ത് അതിലൊരു എൻജോയ്മെന്റ് കണ്ടെത്തുവാണെങ്കിൽ അതാണ് പറയുന്നത്. നമ്മുടെ എല്ലാ ഭീഷണികളും എല്ലാ പ്രോബ്ലംസും ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അവർ പെർസെപ്ഷൻ എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞ ചാപ്റ്റർ 10 പറയുന്നത് ആക്സെപ്റ്റൻസ് ഓഫ് നൗ, സറണ്ടറിനെ പറ്റിയാണ്. നേരത്തെ പറഞ്ഞു. ഇപ്പൊ സറണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എല്ലാ കാര്യത്തിനും അങ്ങ് സറണ്ടർ ചെയ്ത് കൊടുക്കാം. അങ്ങനെയല്ല, അവിടെയും ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് സറണ്ടർ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇഫ് യു ആർ സറണ്ടറിങ്, പല കാര്യങ്ങളിലും നമ്മൾ സറണ്ടർ ചെയ്യണം. നമ്മൾ സൗന്ദര്യയിലൊക്കെ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നതാണ് അല്ലെ. അതായത് അത് പോട്ടെ തൽക്കാലം എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ അപ്പോഴേ പറയുന്നത് എന്താ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഒരുപാട് ദേഷ്യം, നിരാശ, ഫ്രസ്ട്രേഷൻ എല്ലാം നമുക്ക് അതിജീവിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. പല കാര്യങ്ങളിലും നമ്മൾ ശരി, ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വഴക്കുണ്ടാക്കുമ്പോഴും ശരി നമ്മൾ പറയല്ലേ എഗ്രി ടു ഡിസഗ്രി എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതേപോലെ തന്നെ നമ്മൾ ശരി അങ്ങനെയാണ്. പക്ഷെ എന്റെ അഭിപ്രായം ഇതാണ്, പക്ഷെ അതായിരിക്കാം. And that surrender is always good എന്നാണ് പറഞ്ഞത്. And it's not the actual surrender, but the other way of surrendering എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ഈ മൈൻഡ് എനർജി ടു സ്പിരിച്വൽ എനർജി, അത് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് എപ്പോഴും ഈ പറഞ്ഞ പോലെ അവിടെ ഒരുപാട് ബുദ്ധ ആൻഡ് ബൈബിൾ, രണ്ട് ബുദ്ധിസവും ബൈബിളും കൂടെ ക്രിസ്ത്യാനിറ്റിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പലപ്പോഴും അദ്ദേഹം പറയുന്നത്. അപ്പൊ അതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം, അതായത് എപ്പോഴും നമ്മള് ഈ അൺഹാപ്പിനെസ് വരാനുള്ള പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിവിങ് ഇൻ പാസ്റ്റ് ആണ്. സോ ഇതിൽ അൺകോൺഷ്യസിൽ കിടക്കുന്ന കാര്യങ്ങളാണ് നമ്മളിങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരിക. വി ആർ ടേക്കിംഗ് അൺകോൺഷ്യസ് തിങ്സ് ഇൻ അൺകോൺഷ്യസ് ടു കോൺഷ്യസ്. അതിന്റെ ആവശ്യമില്ല. ലെറ്റ് ഇറ്റ് ബി ദേർ, ദാറ്റ്സ് എ സ്റ്റോർ ഹൗസ്. അത് അവിടെ കിടന്നോട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ യു ക്യാൻ സറണ്ടർ ഇൻ പേഴ്സണൽ റിലേഷൻഷിപ്സ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഫ്രണ്ട്സ്, അങ്ങനെ വളരെ നല്ല നല്ല ബന്ധങ്ങളിൽ എപ്പോഴും നമ്മൾ സറണ്ടർ ചെയ്യുവാണെങ്കിൽ അത് നമ്മളെ മുതലെടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പോലും അത് അവർ ചെയ്യില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇനി ഇൻ കേസ് നമ്മളുടെ ഒരു സറണ്ടറിങ് നേച്ചർ, ഞാനൊക്കെ അങ്ങനത്തെ ഒരു നേച്ചറാ, ശരി അധികം തർക്കിക്കാനൊന്നും നിൽക്കാത്തൊരു നേച്ചറാ, ശരി ശരി എന്ന് പറയുമ്പോൾ ചിലപ്പോ സം പീപ്പിൾ മേ എക്സ്പ്ലോയിറ്റ് അവർ നേച്ചർ. ബട്ട് ആ സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയണം നോ എന്ന് തന്നെ. അതും വളരെ കൂളായിട്ട്, അല്ല എനിക്ക് ഈ അഭിപ്രായത്തോട് യോജിപ്പില്ല, അല്ലെങ്കിൽ നോ എന്ന് പറയുകയും വേണം എന്നാണ്. അല്ലാണ്ട് എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ സറണ്ടർ ചെയ്ത് അവർ പറയുന്ന എല്ലാം സമ്മതിച്ച് നിൽക്കണ്ടെന്നാണ്. ഒരുപാട് എന്താ പറയുക കാര്യങ്ങൾ പറഞ്ഞൊരു ബുക്കാണ്. പക്ഷെ വായിച്ച് നമ്മളിങ്ങനെ അയ്യോ എനിക്കറിയില്ല, ഇതുപോലൊരു ബുക്ക് ഞാൻ വായിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. നെൽസൺ മണ്ടേലയുടെ ബുക്ക് വായിച്ചപ്പോൾ ഞാൻ ഇത്ര സമയം എടുത്തിട്ടില്ല. ഇതിന്റെ 4 പേജ് ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ പറയുന്നത് ലാസ്റ്റ് പറയുന്നത്
അതായത് പിന്നെ എൻലൈറ്റൻമെന്റിലേക്ക് നമ്മളെല്ലാം ഒരു ട്രാൻസ്ഫോമിങ് അവർ ഇൽനെസ് അല്ലെങ്കിൽ ഒരു അൺഹാപ്പിനെസ് ഇൻ ടു എൻലൈറ്റൻമെന്റ്. അതാണ് നമുക്ക് ഫൈനലി വേണ്ടത്. അതിനാണ് ഒട്ടും ഒരു കാര്യങ്ങളിലും സ്ട്രെസ്ഫുൾ ആവാതെ ഇന്നർ പീസിനെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി പിന്നെ അതാണ് നമുക്ക് ഒരു ഫൈനലി നമ്മളുടെ ഒരു എൻലൈറ്റ്മെന്റിന് കാരണം എന്നാണ് പറയുന്നത്. അതോടുകൂടി അവർ പിന്നെ അത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, പവർ ഓഫ് ചോയ്സ്. ചിലരെ അങ്ങനെ ഇപ്പൊ ഈ സഫറിങ്സിനായിട്ട് അങ്ങ് ചൂസ് ചെയ്യുന്നവരുണ്ടാവും. നമുക്കറിയാലോ അല്ലെ, ഭർത്താവ് എത്ര അടിച്ചാലും പിന്നെയും അപ്പൊ അങ്ങനെ ചൂസ് ചെയ്യുന്നവര് ദേ ഫൈൻഡ് an inner peace in that. It is actually their choice. അപ്പൊ ആ ചോയ്സ് അവർക്ക് if they are getting an inner peace out of that, it's okay എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഏതായാലും അവസാനം പറയുന്നത് ടു കൺക്ലൂഡ് ദ പ്രസന്റ്. നമ്മളുടെ ഈ പ്രസന്റ് നമ്മൾ ഇന്നിപ്പോ നമ്മളൊരു കാര്യത്തിന് നമ്മൾ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ, അതെ തൽക്കാലം പോട്ടെ എന്ന് പറയുകയാണെങ്കിൽ അത് പിന്നെ അത് നമ്മൾക്ക് പാസ്റ്റിലേക്ക് എടുക്കേണ്ടി വരില്ല. ആ പാസ്റ്റിന് നമുക്ക് തിരിച്ചു എടുക്കേണ്ട ആവശ്യവും വരില്ല. അതുകൊണ്ട് അവസാനം പറയുന്നത് പ്രസന്റ് ഇസ് ദ കീ നൗ ഇസ് ദ കീ. പ്രസന്റ് ഇസ് ദ കീ, നൗ ഇസ് ദ കീ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അത് നിർത്തിയിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ ഏറ്റവും ചുരുക്കി ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതെല്ലാം ഞാൻ എന്റെ വോയിസിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എനിക്കൊരു 9 മണി കഴിയുമ്പോൾ എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ കേട്ടോളാം. ഓക്കെ, താങ്ക് യു ഉഷ. എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു മാം. മാമിന്റെ ഈ ബുക്കിന്റെ ഏറ്റവും എസെൻസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഈ ലാസ്റ്റ് ചാപ്റ്റേഴ്സ്. എല്ലാം ഒന്ന് പറഞ്ഞ് കലക്കി അവിടെയാണ് എല്ലാം വരുന്നത്. അത്രയും ഞാൻ എല്ലാ വോയിസും കേട്ടു. പക്ഷെ എല്ലാം പറയണത് അവസാനത്തേക്കാണ്. അവസാനത്തിലേക്കുള്ള ഒരു മാർഗമാണ് മറ്റതല്ല. മാഡം ആ അവസാനത്തിലുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഇത്രയും വിപുലമായിട്ടും വിശദമായിട്ടും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പിന്നെ ഒരു കമന്റ് ഒന്നും പറയാനില്ല. പിന്നെ മാഡം പറഞ്ഞല്ലോ, മാഡം ഈ എന്താ പറയാ, മാഡത്തിന് ഈ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെയും പറഞ്ഞ് ചിരിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ മനസ്സിലാക്കിയത് ഞാൻ വെറുതെ ഒന്ന് ഫോൺ ചെയ്തതാ. ഉഷയ്ക്ക് അറിയോന്നറിയില്ല. ഉഷയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വെറുതെ ഒന്ന് ഫോൺ ചെയ്തു മാഡം എവിടെ കിടന്നപ്പം, അമൃതയിൽ കിടന്നപ്പം. അതിന് മുമ്പൊക്കെ വിളിച്ചിരുന്നു. അപ്പൊ മാഡം എന്നോട് പറഞ്ഞ കാര്യങ്ങള് ഓപ്പൺ ആയിട്ട് പറയുന്നതിന് കുഴപ്പമില്ല. കാരണം എന്നെ മനസ്സിലായി. ആലീസ് അല്ലേ, സാന്ത്വനയിലെ പ്രോഗ്രാം അടുത്ത ശനിയാഴ്ചയല്ലേ, ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ പറഞ്ഞതെല്ലാം സാന്ത്വനയും ഞാനും, പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ അന്ന് എന്തൊക്കെ കാര്യങ്ങൾക്ക് പോകുന്നുണ്ടായിരുന്നു ഈ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ, ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അടുത്ത ബെഡിൽ കിടന്ന ഒരു സ്ത്രീ ആ ഫോൺ വാങ്ങിച്ചിട്ട് എന്നോട് കാര്യം പറഞ്ഞത് എന്താണെന്ന്. അപ്പൊ എനിക്ക് പോക്കെന്ന് പറഞ്ഞാല് ഈ മാഡം പറഞ്ഞ മാതിരി തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി. കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഫോൺ വെക്കാതിരുന്നപ്പോ ആ ലേഡിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഫോൺ വിളിച്ചിട്ട്, അപ്പൊ വേറെ ആരെയും അകത്ത് കയറ്റൂലല്ലോ. അപ്പോഴാണ് അവരെന്നോട് ഇങ്ങനെ അപ്പൊ ഞാൻ സൗപർണികയുടെ നമ്പർ ഉണ്ടായിരുന്നു, സൗപർണികനെ വിളിക്കുക ചെയ്തു. അപ്പൊ ഇതൊക്കെ പറഞ്ഞ ആ ഒരു എന്താ പറയാ, ആ അനുഭവം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മനസ്സിലെ പാസ്റ്റ് ആണത്. നമ്മളതിൽ ജീവിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. മാഡത്തിന് അതിന് 10 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിലും ഈ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് എന്റെ മനസ്സിലായി. കുറെ പേര് അങ്ങനെ വിളിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ജലജ, ജാൻസി, ഇവിടെ ഹസ്ബൻഡിനെ തന്നെ ഇങ്ങനെ പറയുന്നു. ജാൻസിനെ എനിക്കറിയാലോ, നമ്മള് അവിടെ വിജിലേഷൻ ജാൻസിയും പറഞ്ഞു ഇങ്ങനെ തന്നെ. അപ്പം ഇതൊക്കെ പാസ്റ്റ് ആണ്. ഇതൊക്കെ ആ പാസ്റ്റില് നമ്മൾ ഇനി ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല, പാസ്റ്റ് നമുക്കൊരു പറഞ്ഞല്ലോ, അത് പാസ്റ്റ് അവേ എന്നുള്ള പോലെ നമുക്ക്. പിന്നെ സൈക്കിൾ ഓഫ് ലൈഫ്, അതൊരു പുതിയതൊന്നും അല്ല, നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി എന്റെ ഗ്രൂപ്പിൽ ഒരു റൈറ്റപ്പ് ഉണ്ടാക്കിയായിരുന്നു. കാരണം വെച്ചാല് എന്റെ ഒരു ഫ്രണ്ട് റീസെന്റ് പാസ്ഡ് അവേ. അപ്പം പുള്ളിക്കാരനെ ഞങ്ങൾ കാണാൻ ചെന്നപ്പം അവിടെ ഹിന്ദു ആണ്. അപ്പം പുള്ളിക്കാരന് പുറത്തിറക്കി കിടത്തിയിട്ട്, അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പം ആ വീടിന്റെ മുറ്റത്തോട്ടൊരു ടാങ്കർ ലോറി ഒരു സാധനം വന്നു. അത് ഗ്യാസ് ക്രീമേറ്റർ ആണെന്ന് ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ട്.
അല്ല എല്ലാം കണ്ടിട്ടില്ല ഞാൻ. അപ്പൊ കുറച്ചുപേര് നമ്മൾ പോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോകണ്ട, നമുക്ക് നോക്കാം, രവീനെ എന്താ ചെയ്യണേ, രവീനെ എന്താ ചെയ്യണേ. അപ്പം പുറത്ത് കിടന്ന് പൂജകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തുണിയിൽ ശരിക്കും പൊതിഞ്ഞ് കെട്ടി ടെമ്പറിനകത്തോട്ട് വെക്കണത് കണ്ടിട്ടുണ്ട്. കാരണം അപ്പൊ എനിക്ക് ഓർമ്മ വന്നത് എന്താന്ന് വെച്ചാല്, നമ്മളൊരു കുഞ്ഞിനെ നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞിട്ട് തരൂലേ, അതുപോലെ തന്നെ ആ കുഞ്ഞിനെ കെട്ടണ പോലെ തന്നെ കെട്ടിയിട്ടാണ് നമുക്ക് കുഞ്ഞിനെ തരണത്. അപ്പൊ എന്ത് സന്തോഷമാണ് എല്ലാവർക്കും. ഇതിപ്പം അപ്പൊ ഞാൻ പറയായിരുന്നു എന്റെ ഫ്രണ്ട്സിനോട്, ഇപ്പൊ രവി ചിലപ്പോ ചിരിക്കുന്നുണ്ടാവും, നമ്മൾ പൊറ്റിച്ചിട്ട് നിൽക്കണ മക്കൾ, നമ്മുടെ എല്ലാം കണ്ണീന്ന് കണ്ണീര് വന്നു. കാരണം നമ്മൾ കുറെ വർഷങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണേ. അപ്പൊ ഈ രവി ചിലപ്പോ ചിരിക്കുന്നുണ്ടാവും, നിങ്ങൾ കരയൊന്നും വേണ്ട, നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെ തന്നെ പോകുന്നു വിചാരിക്കുന്നുണ്ടാവും ഞാൻ അന്നേരം അവരോടൊക്കെ പറയായിരുന്നു. കാരണം വെച്ചാൽ അപ്പൊ ആ സൈക്കിൾ ഓഫ് ലൈഫ് അത് തന്നെയാണ് സൈക്കിൾ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അത് നമ്മളാരും അറിയുന്നില്ല. അങ്ങനെയാണെങ്കിലും നമ്മൾ ഈ പവർ ഓഫ് നൗവിലാ ജീവിക്കുള്ളൂ. പാസ്റ്റിലേക്കും പോയില്ല, ഫ്യൂച്ചറിലേക്കും പോയില്ല. നാളെ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ എന്തിനാ നമ്മൾ അതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത് കൂടുതൽ എന്ന് വെച്ചാൽ എല്ലാം കളഞ്ഞ്, അതിനകത്ത് പറയുന്നുണ്ട് എല്ലാം കളഞ്ഞ് നമുക്ക് നാളത്തേക്ക് എല്ലാം ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ പാസ്റ്റും അതുപോലെ തന്നെ ആ ബേർഡൻസ് ഒക്കെ നമ്മൾ ഇനി എടുത്തുകൊണ്ട് വരണ്ട എന്നുള്ളതാണ് അതിനകത്ത്. ഇത്രയും പവർഫുൾ ആയിട്ട് ഒരു പഠിക്കാൻ പറ്റിയത് തന്നെ ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിന് ഓഡിയോ കേട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബുക്ക് വായിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഇല്ല, കേട്ടോണ്ടിരിക്കുന്നവര് പവർ ഓഫ് നൗവിൽ ആണോ എന്തോ. പവർ ഓഫ് നൗവിൽ ആണെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് 2 വാക്കെങ്കിലും പറയാം. ഓവർ ടു ഉഷ ടു കൺക്ലൂഡ്. Yes, ma'am. Okay, then thank you. Power of Now and Friendship Day. രണ്ടും കൂടി ഒരുമിച്ച് വന്നതിന്റെ ഒരു സന്തോഷമാണ് ആലിസ് മാഡം പറഞ്ഞത്. ഇതിൽ ഓരോരുത്തരും തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ആ ഒരു പവർ ഓഫ് നൗ കൃത്യതയോടെ പറഞ്ഞു തന്നു. അതില് ഇപ്പോ ശ്രീപ്രിയ മാം പറഞ്ഞു വെച്ച ഒരു കാര്യം, അതായത് മൊത്തത്തിലുള്ള ഒരു കാര്യത്തിനെ ഒരു വാക്കിൽ ഇതാക്കി. അതായത് നമ്മൾ ആ ഒരു, നിങ്ങളും ചിലപ്പോ ആ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഒരു വ്യക്തിയുടെ പുറകിലേക്ക് പാസ്റ്റും ഫ്യൂച്ചറും ഇങ്ങനെ ചാക്ക് കെട്ടി വെച്ചിട്ട് ഇങ്ങനെ താഴേക്ക് ഇറക്കി വെക്കുന്ന ഒരു പിക്ചർ ഉണ്ട്. എനിക്ക് ആ പിക്ചറാണ് മാഡം അത് പറഞ്ഞപ്പോ ഓർമ്മ വന്നത്. കാരണം ഭാരം ചുമന്ന് നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് എന്നുള്ളത്. അപ്പോ പവർ ഓഫ് നൗ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നിങ്ങളെല്ലാവരും പറഞ്ഞ നമ്മൾ ഓഡിയോ കേട്ടു, ഒരുപാട് നാള് മുമ്പ് എന്താ പറയണേ, ഒരുപാട് തവണ വായിച്ചിട്ടുള്ള ഒരു ബുക്കും കൂടി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും അതിനെ ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് എന്താ സന്തോഷപൂർവ്വം അത് തന്നു. അത് തന്നെയാണ് പവർ ഓഫ് നൗ എന്ന് തോന്നുന്നത്. കാരണം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു ഇൻതൂസിയാസം ഉണ്ടാവുക എന്നുള്ളത്, അത് ആ പവർ ഓഫ് നൗവിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇൻതൂസിയാസം ഉണ്ടാവുള്ളൂ. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാനും എന്താ ഈ ജലദോഷവും പനിയൊക്കെ ആയിട്ട് കിടപ്പായിരുന്നു. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും ഈ പവർ ഓഫ് നൗവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോ എന്റെ ഉള്ളിൽ നിന്നും ആ ഒരു ഇൻതൂസിയാസം എന്താ പോന്നു. ഞാൻ വിചാരിച്ചു ഇത്രയും എനർജി ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. ഈ എനർജിക്ക് കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ്. കാരണം പ്രചോദന ബുക്ക് ക്ലബ് എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി എന്തൊക്കെ മെസ്സേജസ് ആണ് നമുക്ക് ഈ നൗവില് ജീവിക്കണം എന്ന അർത്ഥത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ വായിച്ച ഏതൊരു ബുക്കിലുള്ളതാണ്, ലിബറേഷൻ ഫ്രം ഇഗ്നോറൻസ്, LI, ഫൈൻഡിങ് ട്രൂ എൻലൈറ്റ്മെന്റ്. അപ്പോ ഓരോ ബുക്കും നമ്മൾക്ക് ഓരോരോ അറിവുകൾ പകർന്നു തരികയാണ്. അത് ജീവിതത്തിലേക്ക് എടുത്ത് നൗവില് ജീവിക്കാനും പാസ്റ്റിൽ നിന്ന് പഠിക്കാനും ഫ്യൂച്ചറിലേക്കുള്ള വഴി തെളിച്ച് എൻജോയ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ അടുത്ത ബുക്ക് എന്ന് പറയുന്നത് പ്രചോദനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഞങ്ങളുടെ വർക്ക്ഷോപ്പിന്റെ കണ്ടന്റുകൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്, ലൈഫ്സ് അമേസിംഗ് സീക്രറ്റ്സ് എന്ന് പറയുന്ന ഗൗരവ് പ്രഭു ബുക്ക്. ആ ബുക്കില് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്ക് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് വി നീഡ് ടു ഫീൽ ദ ഇമോഷൻ ടു ഡീൽ വിത്ത് ഇറ്റ് സോ ദാറ്റ് വി ക്യാൻ ഹീൽ. നമുക്ക് ഒരിക്കലും ആ ഇമോഷൻസ് ഫീൽ ചെയ്യാതെ നമുക്ക് അതിനെ ഡീൽ ചെയ്യാനോ ഹീൽ ചെയ്യാനോ സാധിക്കില്ല. അപ്പൊ പവർ ഓഫ് നൗവില് നമുക്ക് ഓരോരുത്തർക്കും എൻജോയ് ചെയ്ത് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.
താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Good night.